തെലങ്കാന ടണൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി കേരള പോലീസിന്റെ 2 കടാവർ ഡോഗുകളെ ഹൈദരാബാദിലേക്ക് അയച്ചു. 2 പോലീസ് നായകളും അവയെ കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരുമാണ് ദുരന്തമുഖത്തേക്ക് പോയത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആവശ്യാനുസരണം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പോലീസിനോട് അഭ്യർത്ഥിക്കുകയായിരുന്നു. ഇതിനിടെ അപകടത്തിൽ കുടുങ്ങിയ 8 പേരിൽ 4 പേരുടെ സാന്നിധ്യം കണ്ടെത്തിയതായി സംസ്ഥാന എക്സൈസ് മന്ത്രി ജൂപള്ളി കൃഷ്ണറാവു അറിയിച്ചു. ഈ 4 പേരും ടണൽ ബോറിംഗ് യന്ത്രത്തിന്റെ അടിയിൽ കുടുങ്ങിയതായാണ് കരുതുന്നത്. തുരങ്കത്തിൽ മണ്ണും ചെളിയും നിറഞ്ഞ സാഹചര്യമായതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാണ്. കൺവെയർ ബെൽറ്റ് പുനഃസ്ഥാപിക്കുന്നതോടെ മണിക്കൂറിൽ 800 ടൺ ചെളിയും അവശിഷ്ടങ്ങളും തുരങ്കത്തിൽ നിന്ന് നീക്കം ചെയ്യാനാകുമെന്നാണ് അധികൃതർ പറയുന്നത്. ഫെബ്രുവരി 22 രാവിലെയാണ് എഞ്ചിനീയർമാരുൾപ്പെടെ 8 തൊഴിലാളികൾ തുരങ്കത്തിൽ കുടുങ്ങിയത്. വെള്ളവും ചെളിയും ഒഴുകിയിറങ്ങുന്നതിനാൽ ടണലിനകത്ത് ജലനിരപ്പ് ഉയരുന്നുണ്ട്. മണ്ണും ചെളിയും മീറ്ററുകളോളം കുമിഞ്ഞു കിടക്കുന്നതിനൊപ്പം സിമന്റ് പാളികളും പാറക്കെട്ടുകളുമെല്ലാം രക്ഷാപ്രവർത്തനത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. തുരങ്കത്തിൽ 14 കിലോമീറ്റർ ഉള്ളിലായാണ് തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നത്. ഇത് നീക്കുന്നതിനിടെ വീണ്ടും മണ്ണിടിഞ്ഞ് അപകടമുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഉത്തരാഖണ്ഡിൽ തുരങ്കത്തിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തിയ സംഘവും വിവിധ ഏജൻസികളുമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഇന്ത്യൻ ആർമി, നേവി, NDRF, SDRF തുടങ്ങിയ ഏജൻസികളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരുന്നുണ്ട്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.